Business Studies, Chapter 11, International Business, Audio Overview. ഹായ് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ 11ാമത്തെ ചാപ്റ്ററാണ്, ഇന്റർനാഷണൽ ബിസിനസ്, അതായത് അന്താരാഷ്ട്ര വ്യാപാരം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യം ഈ ചാപ്റ്റർ എന്തിനാ പഠിക്കുന്നേ, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കും. പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ, അതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കും. അതിനുശേഷം പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് കടക്കും. പിന്നെ പരീക്ഷയിൽ എങ്ങനെ ഉത്തരം എഴുതണം, സാധാരണ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. അപ്പൊ ശരി, നമുക്ക് തുടങ്ങാം അല്ലേ? ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ഈ ചാപ്റ്റർ ഇത്ര പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത്? സിമ്പിളാണ്. എസ്സേ ചോദ്യങ്ങൾ, അതായത് വലിയ മാർക്കിന്റെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് വരാൻ നല്ല സാധ്യതയുണ്ട്, ഉറപ്പായും വരും. അതുമാത്രമല്ല, ഇത് പഠിച്ചാൽ നമ്മുടെ ലോക സാമ്പത്തിക രംഗം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് നോക്കാം. ഒന്ന്, എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ അത് നമ്മുടെ നാട്ടിലെ കച്ചവടത്തിൽ നിന്ന്, അതായത് ഡൊമസ്റ്റിക് ബിസിനസ്സിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതുകൂടാതെ ഒരു കമ്പനി എങ്ങനെയാണ് പല രാജ്യങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നത്, പിന്നെ ഈ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഒക്കെ വേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ശരി, ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ അടിസ്ഥാനത്തിലേക്ക് കിടക്കാം. അതായത് കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ. ഈ വാക്കുകൾ അറിഞ്ഞാൽ തന്നെ പാതി പഠിച്ചു കഴിഞ്ഞ പോലെയാണ്. ഇത് ശരിക്കും ഈ ചാപ്റ്ററിന്റെ ഒരു താക്കോലാണെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ വാക്ക് ഇന്റർനാഷണൽ ബിസിനസ്, മലയാളത്തിൽ പറഞ്ഞാൽ അന്താരാഷ്ട്ര വ്യാപാരം. എന്താണിത് സംഭവം? വളരെ സിമ്പിളാണ്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നു നടക്കുന്ന ഏത് ബിസിനസ്സിനെയും നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് വിളിക്കാം. ഒരു കാര്യം ഓർക്കണം, ഇത് വെറുതെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പരിപാടി മാത്രമല്ല. അതായത് വെറും ട്രേഡ് മാത്രമല്ല. ഇതിൽ പണം നിക്ഷേപിക്കുന്നത്, പുതിയ ടെക്നോളജി കൈമാറുന്നത്, ഇതെല്ലാം വരും. ഓക്കെ, അപ്പോ ഇന്റർനാഷണൽ ബിസിനസ് മനസ്സിലായല്ലോ. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഡൊമസ്റ്റിക് ബിസിനസ്, അതായത് ആഭ്യന്തര വ്യാപാരം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ അതിന്റെ അതിർത്തിക്ക് പുറത്തു പോകാതെ നടക്കുന്ന ബിസിനസ്. ഉദാഹരണത്തിന്, നമ്മളെ കേരളത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അതൊരു ഡൊമസ്റ്റിക് ബിസിനസ്സാണ്. കാരണം എന്താ? വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും ഇന്ത്യക്കാർ തന്നെ. ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് വാക്കുകളുണ്ടല്ലേ, എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും, കയറ്റുമതിയും ഇറക്കുമതിയും. സിമ്പിളായിട്ട് ഓർത്തുവെച്ചാൽ മതി. നമ്മുടെ രാജ്യത്ത് നിന്ന് സാധനങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് എക്സ്പോർട്ട്, അതായത് കയറ്റുമതി. പുറത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലോ അത് ഇമ്പോർട്ട്, അതായത് ഇറക്കുമതി. ഈ രണ്ട് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ട്രേഡിന്റെ അടിത്തറ. ശരി, നമ്മൾ ബേസിക് വാക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, അതിന്റെ ഹൃദയഭാഗത്തേക്ക് തന്നെ കടക്കാൻ പോവുകയാണ്. കോർ കോൺസെപ്റ്റ്സ്. പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. അപ്പോ ആദ്യത്തെ പ്രധാന ആശയം, ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം. എന്താണ് ഇന്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ? ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണ്. നമുക്ക് ഈ ടേബിൾ ഒന്ന് നോക്കാം. ഇത് വെച്ച് പഠിച്ചാൽ എളുപ്പമാണ്. ഒന്നാമത്തെ വ്യത്യാസം നാഷണാലിറ്റി, അതായത് പൗരത്വം. ഡൊമസ്റ്റിക് ബിസിനസ്സിൽ വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒരേ രാജ്യക്കാരായിരിക്കും, അല്ലേ? പക്ഷേ ഇന്റർനാഷണൽ ബിസിനസ്സിലോ അവർ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ്, കറൻസി. നമ്മുടെ രാജ്യത്തിനകത്ത് രൂപ മാത്രം മതി. പക്ഷെ അമേരിക്കയുമായി ബിസിനസ് ചെയ്യുമ്പോൾ ഡോളർ വേണ്ടിവരും. യൂറോപ്പിലാണെങ്കിൽ യൂറോ, അങ്ങനെ പല കറൻസികൾ വരും. മൂന്നാമത്തേത് കസ്റ്റമേഴ്സ്. ഒരു രാജ്യത്തെ ആളുകളുടെ ഇഷ്ടങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയായിരിക്കും. പക്ഷെ ലോകം മുഴുവൻ ബിസിനസ് ചെയ്യുമ്പോൾ ഓരോ നാട്ടിലെ ആളുകൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും, അല്ലേ? അവസാനമായി ഫാക്ടർ മൊബിലിറ്റി, അതായത് തൊഴിലാളികളെയും പണവും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നത്. ഒരു രാജ്യത്തിനകത്ത് അത് വളരെ എളുപ്പമാണ്. എന്നാൽ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകാൻ വിസ, നിയമങ്ങൾ, അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കമ്പനി, നമ്മുടെ നാട്ടിൽ മാത്രം ബിസിനസ് ചെയ്തിരുന്ന ഒരു കമ്പനി എങ്ങനെയാണ് ലോകത്തേക്ക്, അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കാലെടുത്ത് വെക്കുന്നത്? അതിന് പ്രധാനമായിട്ടും 5 വഴികളുണ്ട്. നമുക്ക് 5 വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോ ആ 5 വഴികൾ ഇവയാണ്. 1. എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്, കയറ്റുമതിയും ഇറക്കുമതിയും.
ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള വഴി. 2. കോൺട്രാക്ട് മാനുഫാക്ചറിംഗ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഉൽപ്പന്നം ഉണ്ടാക്കുന്നില്ല, പകരം വേറൊരു രാജ്യത്തെ ഒരു കമ്പനിയോട് നമുക്കുവേണ്ടി ഉണ്ടാക്കിത്തരാൻ പറയുന്നു, എന്നിട്ട് നമ്മുടെ ബ്രാൻഡിന്റെ പേരിൽ വിൽക്കുന്നു. 3. ലൈസൻസിംഗ് ആൻഡ് ഫ്രാഞ്ചൈസിംഗ്. നമ്മുടെ ബ്രാൻഡ് നെയിമോ ടെക്നോളജിയോ ഉപയോഗിക്കാനുള്ള അവകാശം മറ്റൊരാൾക്ക് കൊടുക്കുന്ന പരിപാടിയാണിത്. 4. ജോയിന്റ് വെഞ്ചേഴ്സ്. പേരുപോലെ തന്നെ നമ്മൾ മറ്റൊരു രാജ്യത്തെ ഒരു കമ്പനിയുമായി ജോയിൻ ചെയ്യുന്നു, ഒരുമിച്ച് പുതിയൊരു കമ്പനി തുടങ്ങുന്നു. ഇനി 5. ഹോളി ഓൺഡ് സബ്സിഡറീസ്. അതായത് വിദേശത്ത് പോയി 100% നമ്മുടെ സ്വന്തം ഉടമസ്ഥതയിൽ ഒരു കമ്പനി തുടങ്ങുന്നു. ഇതിന്റെ ഗുണമെന്താ? ഫുൾ കൺട്രോൾ നമുക്കായിരിക്കും. പക്ഷെ ദോഷമോ? റിസ്ക്കും കൂടുതലാണ്, പണച്ചെലവും കൂടുതലാണ്. ശരി, നമ്മൾ ആശയങ്ങളൊക്കെ പഠിച്ചു. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷയിൽ എങ്ങനെ ഉത്തരം എഴുതണം. നമുക്ക് എത്രയൊക്കെ അറിയാമെങ്കിലും അത് പേപ്പറിൽ ശരിയായ രീതിയിൽ എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല, അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല മാർക്ക് കിട്ടുന്ന രീതിയിൽ ഉത്തരം പ്രസന്റ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. പരീക്ഷയ്ക്ക് ഇങ്ങനെയൊരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക. എക്സ്പ്ലെയിൻ 3 ബെനിഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ടു എ നേഷൻ. അതായത് അന്താരാഷ്ട്ര വ്യാപാരം കൊണ്ട് ഒരു രാജ്യത്തിന് കിട്ടുന്ന 3 ഗുണങ്ങൾ വിശദീകരിക്കുക. ഈ ചോദ്യത്തിന് എങ്ങനെ ഒരു മോഡൽ ആൻസർ എഴുതാമെന്ന് ഞാൻ കാണിച്ചുതരാം. നോക്കൂ, ഒരു ഉത്തരം എപ്പോഴും തുടങ്ങേണ്ടത് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വെച്ചാണ്. 1-2 വരിയിൽ എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് എഴുതുക. അതിനുശേഷം ഓരോ പോയിന്റും വ്യക്തമായ ഹെഡിങ്ങോടുകൂടി എഴുതണം. വെറുതെ വാരി വലിച്ച് എഴുതരുത്. ഉദാഹരണത്തിന് ആദ്യത്തെ പോയിന്റിന് ഏർണിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന ഹെഡിംഗ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ താഴെ 1-2 വരിയിൽ അത് വിശദീകരിക്കുക. അതുപോലെ അടുത്ത പോയിന്റിനും ഹെഡിംഗ് കൊടുക്കുക, വിശദീകരിക്കുക. ഇങ്ങനെ പോയിന്റ് തിരിച്ച് ഹെഡിങ്ങോടുകൂടി എഴുതിയാൽ നോക്കുന്ന ടീച്ചർക്ക് എളുപ്പമാണ്, നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരീക്ഷ എഴുതുമ്പോൾ പലർക്കും അറിയാതെ മാർക്ക് നഷ്ടപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ചില സാധാരണ തെറ്റുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഒഴിവാക്കാമെന്നും നമുക്ക് നോക്കാം. മാർക്ക് പോകാതെ സൂക്ഷിക്കണമല്ലോ. പലർക്കും കൺഫ്യൂഷൻ വരുന്ന 2 കാര്യങ്ങളാണിത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തേത്, ഇന്റർനാഷണൽ ട്രേഡും ഇന്റർനാഷണൽ ബിസിനസ്സും ഒന്നാണെന്ന് വിചാരിക്കുന്നതാണ്. അല്ല, ട്രേഡ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് മാത്രമാണ്. അത് ഇന്റർനാഷണൽ ബിസിനസ്സിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ബിസിനസ് എന്ന് പറയുമ്പം അതിൽ ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി ട്രാൻസ്ഫർ ഒക്കെ വരും. ഇനി രണ്ടാമത്തെ കൺഫ്യൂഷൻ, ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും. ഇത് തമ്മിലുള്ള വ്യത്യാസം സിമ്പിളാണ്. ലൈസൻസിംഗ് സാധാരണയായി കൊടുക്കുന്നത് ഉൽപ്പന്നങ്ങൾക്കാണ്, അതായത് ഗുഡ്സ്, ഉദാഹരണത്തിന് പെപ്സി. എന്നാൽ ഫ്രാഞ്ചൈസിംഗ് കൊടുക്കുന്നത് സേവനങ്ങൾക്കാണ്, അതായത് സർവീസസ്, ഉദാഹരണത്തിന് മക്ഡൊണാൾഡ്സ്. ഈ വ്യത്യാസം ഓർത്തുവെക്കുക. ഓക്കെ, നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാനം ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാതെ പോകാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്കുകളുണ്ട്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവ. അതിലേക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ എക്സാം ഹിറ്റ് ലിസ്റ്റ്. ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഒന്നാമതായി ഇന്റർനാഷണൽ ബിസിനസിന്റെ ഡെഫിനിഷൻ, പിന്നെ ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലും തമ്മിലുള്ള വ്യത്യാസം. ഒരു 4 പോയിന്റെങ്കിലും പഠിക്കുക. ഇനി ഞാൻ സ്റ്റാർ ഇട്ട് പറയുന്നൊരു കാര്യം, മോഡ്സ് ഓഫ് എൻട്രി. ആ 5 വഴികളും ഓരോന്നിനും ഒരു ഗുണവും ഒരു ദോഷവും വെച്ച് പഠിക്കണം. ഇത് എസ്സേ ആയിട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇന്റർനാഷണൽ ബിസിനസ് കൊണ്ടുള്ള ഗുണങ്ങൾ രാജ്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും. അവസാനമായി ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബിൽ ഓഫ് ലേഡിംഗ്. ഈ 2 ഡോക്യുമെന്റുകളെക്കുറിച്ചും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ശരി, നമ്മളിപ്പോൾ എല്ലാം പഠിച്ചു. ഇനി മറന്നുപോവാതിരിക്കാൻ പഠിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. എല്ലാം ഓർമ്മയിലുണ്ടോയെന്ന് നോക്കാലോ. ഈ ടേബിളിലേക്ക് നോക്കൂ. ഒറ്റ നോട്ടത്തിൽ ഈ ചാപ്റ്റർ മുഴുവൻ നമുക്ക് ഓർത്തെടുക്കാം. ഇന്റർനാഷണൽ വേഴ്സസ് ഡൊമസ്റ്റിക്. എന്തായിരുന്നു പ്രധാന വ്യത്യാസം? നാഷണാലിറ്റി, കറൻസി, കസ്റ്റമേഴ്സ്. ശരി, ഇനി മോഡ്സ് ഓഫ് എൻട്രി 5 എക്സ്പോർട്ടിംഗ്, ഏറ്റവും എളുപ്പമുള്ളത്. കോൺട്രാക്ട് മാനുഫാക്ചറിംഗ്, പുറത്തു കൊടുത്തുണ്ടാക്കിക്കുന്നത്. ലൈസൻസിംഗ്, ഫ്രാഞ്ചൈസിംഗ്, അവകാശം കൊടുക്കുന്നത്. ജോയിന്റ് വെഞ്ചർ, ഒരുമിച്ച് ചേരുന്നത്. ഹോളി ഓൺ സബ്സിഡറി, 100% സ്വന്തമാക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കീവേഡ് വെച്ചോർത്താ മതി. ഇനി ഏറ്റവും അവസാനമായി നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ. പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ചയുള്ളൂ. ഈ പ്ലാൻ പോലെ അങ്ങ് പഠിച്ചാ മതി. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഈസിയായിട്ട് കവർ ചെയ്യാം. നോക്കൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാനാണ്. ആദ്യത്തെ 1-2 ദിവസം ഈ ഓഡിയോ 1-2 തവണ കേട്ട് സ്വന്തമായിട്ട് ഒരു നോട്ട് തയ്യാറാക്കുക. അടുത്ത 2 ദിവസം, അതായത് 3-4 ദിവസം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഈ ചാപ്റ്റർ നന്നായി ഒന്ന് വായിക്കുക. 5-ാം ദിവസം പഴയ ചോദ്യങ്ങളെടുത്ത് എഴുതി പ്രാക്ടീസ് ചെയ്യുക.
പിന്നെ അവസാനത്തെ 2 ദിവസം നിങ്ങൾ ഉണ്ടാക്കിയ ആ നോട്ട്സ് വെച്ച് എല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. ഒട്ടും പേടിക്കേണ്ട, നല്ല ആത്മവിശ്വാസത്തോടെ പഠിക്കുക. നിങ്ങൾക്കിത് എന്തായാലും പറ്റും. പരീക്ഷ നന്നായി എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.